സംസ്ഥാന സെക്രട്ടറി, ഏറെ പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട സഖാവ് MV MLA, ഇവിടെ പുസ്തകം ഏറ്റുവാങ്ങിയിട്ടുള്ള സഖാവ് ലൈല, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പി കരുണാകരൻ ഉൾപ്പെടെയുള്ള, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തികളെ, ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ രാവിലെ ഇതുപോലുള്ളൊരു പുസ്തകം, അസർബൈജാനിലെ പൂച്ച എന്ന ചെറുകഥ സമാഹാരം നിറഞ്ഞ സന്തോഷത്തോടെ, നിങ്ങളെല്ലാം സമ്മതത്തോടെ ഇവിടെ സഖാവ് ലൈല അത് ഏറ്റുവാങ്ങി അത് പ്രസിദ്ധീകരിച്ചതായി ഔപചാരികമായിട്ട് ഞാൻ അറിയിക്കുക. അസർബൈജാനിലെ പൂച്ച എന്ന ഈ പുസ്തകം ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ തയ്യാറാക്കിയ, പലപ്പോഴായി അവാർഡുകൾ ഉൾപ്പെടെ വാങ്ങിയ ചെറുകഥകൾ ചേർത്ത് എഴുതിയ ഈ പുസ്തകം വ്യതിരിക്തമായ ഒന്നാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയാൽ അതിന് വലിയ ഗൗരവം ഉണ്ടാവില്ല. കാരണം ഞാനാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, പ്രത്യേകിച്ച് അനുപമ ബാലകൃഷ്ണൻ്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. പക്ഷേ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഒരു അവലോകനത്തോടെ എഴുതിയ, അതിന് ആമുഖം എന്നൊന്നും പറഞ്ഞിട്ടില്ല, രണ്ടാമുഖം ആയതുകൊണ്ടായിരിക്കും ആമുഖം എന്ന് പറയാതിരുന്നത്, രണ്ടാൾ എഴുതിയിട്ടുണ്ട്. എല്ലാം പ്രിയപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന നിലവിലുള്ള തലമുറയിലെ ഏറ്റവും മുതിർന്ന വിദ്യാഭ്യാസ ചിന്താമണ്ഡലത്തിൽ വേറൊരു പേര് പറയാനില്ലാത്ത അത്ര പ്രശസ്തിയുള്ള ഒരാളാണ് എഴുതി. അത് ഡോക്ടർ M ലീലാവതി ആണ്. സാധാരണ ഒരു അവതാരിക, നമ്മളെല്ലാം അവതാരിക എഴുതാറുണ്ട്. അവതാരിക എഴുതുമ്പോൾ ഞാൻ തന്നെ ഒരുപാട് പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പൊതുവായ ഒരു ചിത്രം അവതരിപ്പിച്ച് അത് അവതാരികയുടെ ഭാഗമായിട്ട് ചേർക്കുകയാണ് പതിവ്. വേറിട്ട് കേൾക്കുന്ന ഒച്ച, അതാണ് ഡോക്ടർ ലീലാവതിയുടെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള അതിൻ്റെ ഹെഡിങ്, വേറിട്ട് കേൾക്കുന്ന ഒച്ച. അത് വായിക്കുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ്, എത്രത്തോളം ഉള്ളറകളിലേക്ക് കടന്ന് ചെന്ന് സൂക്ഷ്മതയോടുകൂടിയാണ് ഈ പുസ്തകത്തെ പരിശോധിച്ചിട്ടുള്ളത് എന്ന് അത്ര ഗൗരവത്തോടുകൂടി സൂക്ഷ്മാംശത്തിൽ അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും എല്ലാ എഴുത്തുചാതുരിയെയും ഫലപ്രദമായി അവലോകനം ചെയ്ത ഒരാമുഖം ഇതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ലീലാവതി എഴുതി ചേർത്തിട്ടുണ്ട്.
ലീലാവതിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, പുലരുമ്പോൾ എഴുന്നേൽക്കുകയും എന്നിട്ട് എഴുതുകയും വായിക്കുകയും ഇപ്പോഴും ചെയ്യുന്ന, എത്ര വയസ്സായി? 98 കഴിഞ്ഞിട്ടുണ്ടാവും. 98 വയസ്സ് കഴിഞ്ഞു. ഇങ്ങനെ ഒരു എഴുത്ത് അമ്മ ഇന്ന് കേരളത്തിൽ വേറെ ജീവിച്ചിരിപ്പില്ല. ഈ അനുപമ ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന് ഒരസൂയയോടുകൂടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇത് വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലാണ് ഈ ചെറുകഥാ സമാഹാരത്തിലെ ഓരോന്നിനെയും വിശദീകരിച്ച് എഴുതിയത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇരട്ടി മധുരം പോലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ, ചിന്തകൻ, കവി, ഇപ്പോഴാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ കെ ജയകുമാർ എഴുതിയിട്ടുള്ള, അത് ഓരോ കഥയെയും 15 കൃത്യമായിട്ട് അവലോകനം ചെയ്ത് തന്നെ എഴുതിയതാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരാമുഖമാണ്. ഇവർ രണ്ടുപേരും ഇന്ന് മലയാള സാഹിത്യ രംഗത്ത് മറ്റാരും പകരം വെക്കാനില്ലാത്ത രീതിയിലുള്ള രണ്ട് പ്രതിഭകളാണ് അവരുടെ മേഖലയിൽ. അങ്ങനെയുള്ള രണ്ടുപേരും ചേർന്ന് ഈ പുസ്തകം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ അസന്നിഗ്ധമായിട്ട് എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ നാട്ടിൽ ഭാവിയിൽ കേരളം കുറിക്കപ്പെടുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട ഒരെഴുത്തുകാരി ഈ കണ്ണപുരത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ അതിൻ്റെ രത്ന ചുരുക്കമെന്ന രീതിയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അസാധ്യമായ എഴുത്തുശേഷി, അതിഭാവുകത്തിലേക്ക് തന്നെ മാറുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ കൃത്യമായ അവതരണ ഘടന, ശുദ്ധമായ അവതരണ ഘടന, ശുദ്ധമായ ഭാഷ, നമുക്കെല്ലാം വായിച്ചു പോകുന്നതിന് വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ശൈലീരൂപം, ഇതെല്ലാം ചേർന്ന് ഈ ചെറുകഥകളെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതിയിൽ, ഒന്നോ ആവർത്തനമായി തോന്നാത്ത നിലയിൽ 15ഉം 15ആയി അവതരിപ്പിക്കാൻ ഡോക്ടർ അനുപമ ബാലകൃഷ്ണന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഥകളുടെ പ്രത്യേകത. എനിക്കൊരുപാട് സംസാരിക്കണമെന്നുണ്ട് മനസ്സിൽ, പക്ഷേ എനിക്ക് സമയമില്ല. 10:30 മണിക്ക് എനിക്ക് കണ്ണൂരിൽ തദ്ദേശീയ പരിപാടിയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക പത്രസമ്മേളനം ഇന്ന് തന്നെ ചേരണം. പത്രക്കാരനത് വിളിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ഓരോ കഥയെ സംബന്ധിച്ച് എടുത്ത് ജയകുമാർ പറഞ്ഞതുപോലെ തന്നെയും ഡോക്ടർ ലീലാവതി പറഞ്ഞതുപോലെ തന്നെ ഈ ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ആ ഭാഗത്തേക്ക് കടക്കാറ്. ഇതിലുള്ള ഓരോ കഥയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറിട്ട് നിൽക്കുന്ന ഓരോ അനുഭവങ്ങളാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയെ ചെറുകഥയിൽ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് സന്നിവേശിപ്പിക്കുക എന്നത് ഈ ചെറുകഥ സമാഹാരം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തരുടെയും സ്വഭാവ വിശേഷണങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഒരു ചെറിയ കഥയുടെ ഭാഗമായിട്ട് ഉൾച്ചേർക്കുന്നു എന്ന വിരുത്, അതൊരു എഴുത്തിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഈ ചെറുകഥകളിൽ വ്യക്തമാണ്. ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സംസാരിക്കുന്നുമുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഈ കഥകൾ ഓരോന്നും തയ്യാറാക്കിയിട്ടുള്ളത്. പലപ്പോഴായി തയ്യാറാക്കിയിട്ടുള്ള കഥകൾക്ക് പല പേരിലുള്ള അവാർഡുകൾ ചെറുകഥ എന്ന രീതിയിൽ തന്നെ നേടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ കഥയെ സംബന്ധിച്ചും ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല എന്ന്. ഇവിടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ പ്രൈവറ്റ് അക്കൗണ്ട്
എന്നതാണ് ആദ്യത്തെ കഥ. വളരെ വിചിത്രമായ രീതിയിലാണ് ആ കഥ അവതരിപ്പിച്ചത്. ആ കഥ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കഥയെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞാൽ വളരെ വിഭ്രാന്തി ജനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ അവസാനം. ഒരു ട്രെയിൻ യാത്ര, ആ യാത്രയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന 2-3 കഥാപാത്രങ്ങൾ, 2-3 ആളുകൾ, അത്രയേ ഉള്ളൂ. ഈ യാത്ര ഒരു ബന്ധം ഒരാൾ സൂക്ഷിക്കുകയാണ്. അവസാനം പല രീതിയിലും കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ചോദിക്കാൻ ധൈര്യമില്ല, ചോദിക്കുന്നില്ല. അപ്പോൾ ഒരു പത്രം വായിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഒരു പ്രത്യേക പത്രം വായിക്കുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ഉറച്ച വിശ്വാസം ദേശാഭിമാനിയായിരിക്കുന്നതാണ്. ദേശാഭിമാനി എന്ന് പറയുന്നില്ല, ദേശാഭിമാനിയാണെന്ന് പറയുന്നില്ല. അതാണ് ആ കഥ. കഥേൻ്റെ പ്രത്യേകത ഇതാണ്. ദേശാഭിമാനിയാണെന്ന് പറയുന്നില്ല, പക്ഷേ അവരത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ ഇവളും ദേശാഭിമാനി വാങ്ങാൻ തുടങ്ങി, ഇവളും ദേശാഭിമാനി വായിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദേശാഭിമാനി വായിക്കുന്ന ഒരാൾ കൂടി ട്രെയിനിൻ്റെ ഒപ്പം അവിടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള ഒരു മമത ആ ചെറുപ്പക്കാരൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരാൾ ദേശാഭിമാനി കൂടി വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പത്രം, അവർ വായിക്കുന്ന പത്രം വായിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ആ പത്രം വായിച്ചു. നിരന്തരമായിട്ട് ആ പത്രം വാങ്ങാൻ തുടങ്ങി. അടുത്തിരിക്കുന്നയാൾ ഈ സഹയാത്രികൾക്ക് ഈ പത്രമൊന്നും ഒരു പ്രശ്നമല്ല, പത്രം വായിക്കൂല. ഫോണാണ്, എല്ലാ കാലത്തും ഫോൺ. ആ ഫോണിനെ പറ്റിയും പറയുന്നുണ്ട്. ഫോണിൻ്റെ അകത്ത് അവരെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാർവദേശീയ തലമാണ്. എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ്. അവർ രണ്ടാളും തമ്മിലുള്ള സംഭാഷണത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ എല്ലാ കാര്യത്തിലേക്കും വിശദീകരിക്കുകയല്ല. അങ്ങനെ കാമുകൻ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അയാൾ വേറെ, ഇവർ വേറെ ലോകത്ത്. അപ്പോൾ വലിയ അസ്വസ്ഥയായി, കാണുന്നില്ല, ആളെ കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ പത്രം വായിക്കുകയാണ്. പത്രം വായിക്കുമ്പോൾ ആ പത്രത്തിൻ്റെ ചരമകോളമുള്ള പേജ് ഇങ്ങനെ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേറിട്ടു. അങ്ങനെ ഈ യാത്രക്കാരി, ഞാൻ നേരത്തെ പറഞ്ഞ ഒപ്പം യാത്ര ചെയ്യുന്ന ആ സ്ത്രീ, ആ പത്രത്തിലെ ചരമകോളത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്ത കണ്ടപ്പോൾ ഈ വാർത്തയാണ്. ആ വാർത്തയിൽ ഞാൻ ഈ പറഞ്ഞ പബ്ലിക് അക്കൗണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അയാളുടെ മരണമാണ് ആ വാർത്ത. മരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അത് ആ പേജിൽ നിന്ന്, അതായത് ആ മൊത്തം പത്രത്തിൽ നിന്ന് വേറിട്ട് പോയിട്ടുണ്ട്. ആ വേറിട്ട് പോയ പത്രം ഇവള് പ്രത്യേകം എടുത്തു. ഈ സഹയാത്രിക ആ പത്രത്തിൻ്റെ ആ ഭാഗം എടുത്ത് എന്നിട്ട് വായിച്ചു നോക്കി ഉറപ്പുവരുത്തിയപ്പോൾ 2 ദിവസം മുമ്പ് കുഴഞ്ഞു വീണ് മരിച്ചു. പേരുണ്ട്, ഭാര്യയുടെ പേരുണ്ട്, 2 മക്കളുമുണ്ട്. ഈ വാർത്ത യഥാർത്ഥത്തിൽ ഇവൾ അറിയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് കഥ. അത് അല്ലെങ്കിൽ തന്നെ അപ്പം തന്നെ ഒരു ബഹളം വെച്ചത് അതിൻ്റെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ കഥവുമില്ലേ. അതാണ് കഥ. അവളതറിയുന്നില്ല, ഇവളത് പറഞ്ഞ് പ്രത്യേകമായിട്ട് മടക്കി അവിടെ വെച്ചു. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. എത്ര മനോഹരമാണ് ആ കഥ. ഇങ്ങനെ 14 കഥയെ പറ്റിയും പറയാനുണ്ട്. അസർബൈജാനിലെ പൂച്ചയെല്ലാം അസാമാന്യമായ ഒരു കഥയാണ്. ഞാനത് ഈ ഓരോന്നോരോന്നായിട്ട് അതെല്ലാം ഇതിൻ്റെ അകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അസാമാന്യമായ കഥ. നമ്മൾ വിചാരിക്കും ഈ അസർബൈജാനിലെ പൂച്ച എങ്ങനെ ഇവിടെ പ്രധാനമാകുന്നത്. ഇതൊരു സീരിയലിൻ്റെ എന്താ പറയാ, യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ പൂച്ച. അപ്പോൾ പൂച്ചക്കൊരു പ്രത്യേകതയുണ്ട്. ആ പൂച്ച അതിൻ്റെ ഉടമയോട് ഒട്ടി നിന്ന് അത് എവിടെ പോകുമ്പോഴും അതിൻ്റെ കാലിൻ്റെ അടിയിലടഞ്ഞ് അങ്ങനെയെല്ലാമായിട്ട് അവതരിപ്പിച്ച ഒരു പൂച്ചയെ സംബന്ധിച്ചാണ്. അത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കൂട്ടിയിണക്കുക എന്നുള്ളതാണ് കഥ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അസാമാന്യമായ കൈ ഒതുക്കത്തോടെ അതിസുന്ദരമായ രീതിയിൽ ഇവിടെ അനുപമ ബാലകൃഷ്ണൻ ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരാളാണ്.
വന്നു ബാലകൃഷ്ണനൊക്കെ വന്നു. മാത്രമല്ല ഈ അനുപമ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ മോളുമാണ്. അങ്ങനെ വന്നു ബാലകൃഷ്ണനൊക്കെ വന്നു. മാത്രമല്ല ഈ അനുപമ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ മോളുമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല. ഞാൻ KSYF-ൻ്റെ പിന്നീട് DYFIയുടെ ആദ്യകാല പ്രവർത്തകനായി അന്ന് തളിപ്പറമ്പ് താലൂക്കാണ്. DYFI രൂപം കൊള്ളുന്നതിന് മുമ്പ് KSYF-ൻ്റെ ഭാഗമായിട്ട് അന്ന് പിന്നെ പോയ സ്ഥലത്ത് തന്നെ താമസിക്കലാണ്. താമസം മുൻകൂട്ടി ഏൽപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. എവിടെയാണോ എത്തുന്നത് അവിടെ ഏതെങ്കിലും വീട്ടിലോ ഓഫീസിലോ എവിടെയാണോ അവിടെയാ താമസം. പിന്നെ രാവിലെ അവിടെ നിന്ന് പുറപ്പെടലാണ്. ഇങ്ങനെയാണ് എത്രയോ കൊല്ലക്കാലത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതി, പ്രത്യേകിച്ച് KSYF DYF-ൻ്റെ ആദ്യഘട്ടത്തിൽ. അങ്ങനെ തളിപ്പറമ്പ് താലൂക്കാണെന്ന് കുടിയാമല മുതൽ ഇങ്ങോട്ട് എല്ലാം ചേരുന്ന ഈ വെള്ളോറ, അതുപോലെ തന്നെ പയ്യന്നൂർ എല്ലാം കൂടി ചേരുന്ന അന്ന് തളിപ്പറമ്പ് താലൂക്കാണ്. 3 താലൂക്കല്ലേ കണ്ണൂർ ജില്ലയിലാകെയുള്ളൂ. അതിൽ തളിപ്പറമ്പ് താലൂക്കാണ്. തളിപ്പറമ്പ് താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. ആദ്യഘട്ടം ആദ്യം കമ്മിറ്റിയിലായിരുന്നു, പിന്നീട് സെക്രട്ടറിയായി പ്രസിഡന്റായി. അങ്ങനെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഈ KSYF-ൻ്റെ യൂണിറ്റുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ഓരോ ദിവസത്തെയും അജണ്ട. അത് അജണ്ട എന്ന് പറഞ്ഞാൽ യൂണിറ്റ് രൂപീകരിക്കുക. ഇന്നത്തെ പോലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞ് അവസാനിപ്പിക്കില്ല. 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് പ്രസംഗം. ഞാൻ ക്ലാസ് എടുക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. ശാസ്ത്രീയ സോഷ്യലിസമാണ് വിഷയം. പക്ഷേ ശാസ്ത്രീയ സോഷ്യലിസത്തെ പറ്റിയാണ് പഠിപ്പിക്കുക. അതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയ സോഷ്യലിസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്ത് പോയിട്ട് അന്ന് വില്ലേജ് കമ്മിറ്റി ഒന്നും ഉണ്ടായില്ല. ഓരോ പ്രദേശത്ത് ഓരോ യൂണിറ്റ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമുക്ക് നല്ല സ്വാധീനമുള്ളൊരു മേഖല തന്നെയാണ് ഈ വെള്ളോറ. അങ്ങനെ വെള്ളോറയിൽ പോയാൽ അവിടെ താമസിക്കുന്ന ഒരു കേന്ദ്രമാണ് അനുപമേൻ്റെ അച്ഛൻ്റെ വീട്, രാഘവമാഷ്. അവിടെയാണ് താമസം. അന്ന് കല്യാണം കഴിയുമോ തന്നെ സംശയം. ആദ്യം കല്യാണം ഞാൻ ചെറിയ കുഞ്ഞായിരുന്നു അല്ലേ, അത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, വളരെ അടുത്ത ബന്ധം, കുടുംബ ബന്ധം പോലെ ഉള്ളതാണ് രാഘവമാഷുമായിട്ടുള്ള ബന്ധം. പിന്നീട് രാഘവമാഷെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് പിന്നെ കണ്ടിട്ടുണ്ടാവുക. പിന്നെ മുതിർന്ന് ബാലകൃഷ്ണൻ്റെ ഭാര്യയായിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചത്. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, അനുപമ ഇനിയും നല്ലതുപോലെ എഴുതണം. നല്ലതുപോലെ എഴുതാനുള്ള ശേഷിയുണ്ട്, കഴിവുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കണ്ണൂരിന് ഏറ്റവും നല്ല ഒരു എഴുത്തുകാരി ആയിട്ട് രൂപപ്പെടും. എനിക്ക് തോന്നുന്നത് ഇപ്പം ചെറുകഥയിലാണ് തുടങ്ങിയത്. ചെറിയ ആൾ ചെറുപോലെ ദീപപാട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നോവൽ എഴുതിയിട്ടില്ല, എനിക്കതാവില്ല. പക്ഷേ അനുപമക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നോവൽ എഴുതണം. ചെറുകഥ ശരി, ചെറുകഥ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ രചന തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അത് പാപ്പാട്ടൻ തന്നെയാണ് നമ്മുടെ സാക്ഷി. ചെറുകഥ മാത്രം എഴുതി ലോകപ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായ ലോകത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ടി പാപ്പാട്ടൻ. അത് മാത്രം നിന്നിട്ട് ബാക്കി എല്ലാവരും ഇപ്പോൾ ഓരോരാളും MD ഉൾപ്പെടെയുള്ളവരെല്ലാം ചെറുകഥ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതിഭകൾ വേറെയുണ്ട്. പക്ഷേ എനിക്ക് അനുപമയോട് പറയാനുള്ളത്, അനുപമക്ക് നല്ല കൃത്യതയോടുകൂടി തന്നെ, നല്ല വ്യക്തതയോടുകൂടി തന്നെ നോവൽ എഴുതാനുള്ള എഴുതിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. നോവൽ എഴുതാനുള്ള കഴിവുണ്ട്, ശേഷിയുണ്ട്. ആ നോവൽ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജം കൂടി ഉപയോഗിക്കാനാവും. നല്ലതുപോലെയുള്ള പിന്തുണ ബാലകൃഷ്ണൻ്റെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ രണ്ടുപേരും ആണ് കുടുംബം. മോളാണെങ്കിൽ കലാകാരിയാണ് എന്ന് ഇപ്പോൾ ഇതിൻ്റെ കവർ തയ്യാറാക്കി എന്ന് പറയുന്നത് മോളായതുകൊണ്ട് അവളും കലാരംഗത്ത് തന്നെയാണ് സജീവമായിട്ട്. മോളായതുകൊണ്ട് അവളും കലാരംഗത്ത് തന്നെയാണ് സജീവമായിട്ട് അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഇത് മാത്രമായിരിക്കില്ല, എന്തൊക്കെയാണെന്ന് ഇപ്പം എനിക്കറിയില്ല. ഇവിടെ മകനുമുണ്ട്. മകനടിയുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കുടുംബമാണ്. ആ കുടുംബം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെല്ലാം നല്ല രീതിയിലുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. സ്വാഭാവികമായിട്ടും
ഒരു പ്രതിഭ എന്ന രീതിയിൽ ഡോക്ടർ അനുപമ ബാലകൃഷ്ണന് ഇനിയും നല്ലതുപോലെ നിരവധിയായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും കഥ മാത്രമല്ല ചെറുകഥയോടൊപ്പം തന്നെ നോവൽ ഉൾപ്പെടെയുള്ള സാഹിത്യ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം സമ്മതത്തോടു കൂടി അസർബൈജാനിലെ പൂച്ച എന്ന ഈ പുസ്തക പ്രകാശനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.